ഹലോ, മുംബൈയിലെ വീഡിയോകൾ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും അമ്മയും നട്ടുച്ച വെയിലത്തൊരു യാത്ര പോവാന്ന് കേട്ടാ. പക്ഷെ കിട്ടിയത് AC ബസ് ആയതുകൊണ്ട് തന്നെ അധികം ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയേ. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് വിൻഡോയിൽ കൂടി ഒന്ന് എടുത്തതാണ് കേട്ടാ. അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. ഒന്നാമത് പുറത്താണെങ്കിൽ ഇപ്പോൾ പൊള്ളുന്ന വെയിലാണ് കേട്ടാ. 6 മാസത്തോളം നീണ്ട മഴക്കാലത്തിന് ശേഷം ഇപ്പോൾ ഇവിടെ തൊട്ടാ പൊള്ളുന്നില്ല രീതിയിലുള്ള വെയിലാണ്. അപ്പോൾ അത്രയും ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ ലൈഫ് അങ്ങ് പോകുന്നത്. എന്നാലും നമുക്ക് യാത്രകൾ ചെയ്യാതിരിക്കാനോ പോകേണ്ട കാര്യങ്ങൾ പോയി ചെയ്യാതിരിക്കാനോ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിയതാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള ഒരു കൊമേഴ്ഷ്യൽ സെൻ്ററാണ്. വാശി എന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. നവി മുംബൈയിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് വാശിയിലാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് ബസ് ഡിപ്പോ ഉള്ളത്. ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞിരുന്നില്ലേ, കൂടുതൽ ആൾക്കാരും ഇവിടെ ലോക്കൽ ട്രെയിൻസാണ് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് അധികം ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ബസ്സിനും നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതാ ബസ് ഡിപ്പോയും റെയിൽവേ സ്റ്റേഷനൊക്കെയാണ്. അതിൻ്റെ അടുത്ത് ഇതുപോലുള്ള മാളുകളും അതുപോലെ തന്നെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. വലിയ വലിയ കമ്പനീസൊക്കെ വർക്ക് ചെയ്യുന്ന ബിൽഡിങ്ങുകളൊക്കെയാണ് ഈ ഒരു ഏരിയയിലുള്ളത്. പിന്നെ ഇവിടെ ഉള്ളത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ സ്റ്റേറ്റിൻ്റെയും ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് മധ്യപ്രദേശ് ഭവനാണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് രാജസ്ഥാൻ ഭവനുണ്ട്. പിന്നെ ഇവിടെ കേരള ഹൗസ് ഉണ്ട്. അതുപോലെ തന്നെ മേഘാലയ ഹൗസ് ഉണ്ട്. അരുണാചൽ ഭവനുണ്ട്. പിന്നെ കർണാടക ഭവനുണ്ട്. അങ്ങനെ ഈ ഒരു ഏരിയയിൽ അധിക സ്റ്റേറ്റിൻ്റെയും ഇതുപോലെ ഭവനുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്ന വെച്ചാൽ ഓരോ സ്റ്റേറ്റിൽ നിന്നും VIPസും അങ്ങനെ ആരൊക്കെയോ ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വേണ്ടി വരില്ലേ. അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സും പിന്നെ ഓരോ സ്റ്റേറ്റിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെയാണെന്ന് തോന്നുന്നത് ഈ ഓരോരോ ബിൽഡിങ്ങുകളിലുള്ളത്. ഇതുണ്ടല്ലേ അരുണാചൽ ഭവൻ. അങ്ങനെ പിന്നെ ഞാൻ ഇതിന് മുന്നേ നമ്മളെ യൂട്യൂബ് ചാനലിൽ നമ്മൾ കേരള ഹൗസിൽ പോയതും അവിടുന്ന് ഫുഡ് കഴിക്കുന്നത് സദ്യ കഴിക്കുന്നതൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള ഹൗസിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴും നല്ല ഇല വെച്ച് നല്ല നമ്മളെ നാട്ടിലത്തെ തനി സദ്യയില്ലേ അതൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കേരള ഹൗസ് ഞാൻ കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് വെയിലിൻ്റെ ഒരു ശക്തി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ വീഡിയോ കാണുമ്പോൾ. ജോയി ആലക്കാസും കല്യാൺ ജ്വല്ലേഴ്സും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നത് ട്രെയിനിലാണ് കേട്ടോ. പോയത് ബസ്സിലാണ്, തിരിച്ചു വരുമ്പോൾ ട്രെയിൻ പിടിച്ചു. അപ്പോൾ ട്രെയിനിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒരു വൈബ് തന്നെയാണ് കേട്ടോ. യാത്ര എന്ന് പറയുന്നത് ജോലിക്ക് പോയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ജോലിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ട്രെയിനിലിരുന്ന് നമുക്ക് പെട്ടെന്ന് വീടെത്താലോ എന്നുള്ള ഒരു ചിന്തയിലൊക്കെ ഇങ്ങനെ ട്രെയിനിൽ വരുന്ന സമയത്ത് ഇതുപോലുള്ള കച്ചവടക്കാരൊക്കെ ആ ട്രെയിനിൽ കയറും. നല്ല നല്ല ഓർണമെൻറ്റ്സും അതുപോലെ തന്നെ ഡ്രസ്സുകളും പിന്നെ നമ്മുടെ ഹെയർ ആക്സസറീസ് ഇല്ലേ അതൊക്കെ കൊണ്ടായിരിക്കും കേട്ടോ ഇവരൊക്കെ ഇങ്ങനെ ട്രെയിനിൽ വരുന്നത്. അതിങ്ങനെ ട്രെയിനിൽ ഹാങ്ങിങ്ങിനൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഇതുപോലെ വെക്കുവേ. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ ഇതിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുമേ. ചിലപ്പോൾ ഈ ജോലി തിരക്കുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഷോപ്പിങ്ങിനൊന്നും സമയം കിട്ടാത്തവരുണ്ടാവില്ലേ. ജോലി ഇറങ്ങിയിട്ട് നമുക്ക് പെട്ടെന്ന് ട്രെയിൻ പിടിക്കാനുള്ള ഒരു ഓട്ടത്തിലൊക്കെ ആകുമ്പോൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വിട്ടുപോകുന്ന ആൾക്കാരുണ്ടാവില്ലേ. അവർക്കൊക്കെ ഇങ്ങനെ ട്രെയിനിൽ സമാധാനത്തിൽ ഇരുന്നിട്ട് വാങ്ങിയിട്ടൊക്കെ പോകാൻ പറ്റൂട്ടാ. അങ്ങനെ സ്റ്റേഷൻ എത്താനായേ. അങ്ങനെ ഞങ്ങൾ താന സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് വേറൊരു ട്രെയിൻ പിടിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ ഡോംബുലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓഫീസ് ടൈമൊക്കെ ആണെങ്കിലും ഇന്ന് വളരെ വളരെ തിരക്ക് കുറവായിരുന്നേ. നിങ്ങൾക്ക് സ്റ്റേഷൻ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല ഈ ഒരു തിരക്കിനാണ് ഞാൻ വളരെ കുറവ് എന്ന് പറയുന്നത്. ഇന്ന് ഈ ദീപാവലിൻ്റെയും അങ്ങനെ എന്തൊക്കെ ആഘോഷത്തിൻ്റെ ലീവ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കുറവ് ആൾക്കാർ. അല്ലെങ്കിൽ ഇങ്ങനെയും എല്ലാം ഉണ്ടാവല് സൂചി കുത്താൻ സ്ഥലമില്ലാത്ത രീതിയിലാണ് കേട്ടോ ആൾക്കാരുണ്ടാവല്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുന്നില്ലേ ആ ട്രെയിനിലൊന്നും കയറാൻ പോലും സ്ഥലവുമില്ല. അവിടെ നിന്നതിൽ പകുതിയിലധികം ആൾക്കാർ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നത്രേ. ഇനിയിപ്പോൾ അടുത്ത ട്രെയിൻ വന്നിട്ട് വേണം അവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ലോക്കൽ ട്രെയിനിൻ്റെ തിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ സഹിക്കാൻ പറ്റൂല കേട്ടോ. ഒരു 10-15 ട്രെയിനൊക്കെ നമ്മൾ ഇങ്ങനെ നിൽക്കേണ്ടി വരും. അങ്ങനെ ഒരുവിധം ട്രെയിൻ കയറി നമ്മൾ ഡോംബുലി നമ്മുടെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ഇതുപോലെ വലിയ മാർക്കറ്റാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഫുള്ള് തിരക്കാണ്. കാരണം ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഇങ്ങനെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുമേ. നമ്മുടെ ഉത്സവ ചന്തയിലൊക്കെ പോയ പോലെ റോഡിൻ്റെ 2 സൈഡിലായിട്ടും ഇതുപോലത്തെ മാർക്കറ്റും ഉണ്ടാവും. അതുപോലെ തന്നെ ഷോപ്പുകളും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഫുള്ള് തിരക്കായിരിക്കും ഈ ഒരു സമയത്ത്. ആൾക്കാർ ചെറിയ ചെറിയ ചീപ്പ് റേറ്റിനുള്ള സാധനങ്ങളൊക്കെയാണ് ആ സ്ട്രീറ്റിൽ ഉണ്ടാവുന്നത്. അതായത് റോഡ് സൈഡിൽ ഇങ്ങനെ ഉണ്ടാവുന്നത്. അധികം നാൾ നിൽക്കൊന്നുമില്ല കേട്ടോ. 1-2 തവണ യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ ഏകദേശം പോവും.
എന്നാലും ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണുള്ളത് കേട്ടോ. നല്ല നല്ല സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഷോപ്പിൻ്റെ അകത്ത് തന്നെ പോയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ജിമിക്ക് കമ്മലിൻ്റെ ഒക്കെ വെറൈറ്റിയാണ് കേട്ടോ ആ തൂങ്ങി കിടക്കുന്നത്, ഒരുപാടുണ്ട്. ഇതൊക്കെ 100 രൂപ അങ്ങനത്തെ ഒക്കെ റേറ്റിന് വരുന്നതാണ്. പിന്നെ ഇങ്ങനെ ഫാൻസി സാധനങ്ങളും സ്ട്രീറ്റ് ഷോപ്പിങ്ങിൽ ഇതൊക്കെ നല്ല കാര്യമാണ് കേട്ടോ. ഇനി അതും പോരാണ്ട് ഇതാ നമുക്കിനി പോകണമെങ്കിൽ ഇവിടുന്ന് ഓട്ടോ പിടിക്കണേ. ഓട്ടോനാണെങ്കിൽ നീണ്ട ലൈനാണ്. നേരത്തെ ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇന്ന് കുറച്ച് ലീവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ലൈൻ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ട്രെയിനിനെക്കാട്ടും വലിയ ലൈനാണ് കേട്ടോ പുറത്തുണ്ടാവലില്ലത്. ഇനിയിപ്പോൾ ഈ ലൈനിൻ്റെ കാര്യം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലൈൻ നിൽക്കും. അപ്പോൾ ഓരോരോ ഓട്ടോ ആയിട്ട് ഇതുപോലെ ലൈൻ ഉണ്ടാവും. അവിടെ ഓട്ടോൻ്റെ ലൈനും ഉണ്ടാവും, ആൾക്കാരുടെ ലൈനും ഉണ്ടാവും. അപ്പോൾ ഓരോ ഓട്ടോയിൽ ബാക്കിൽ 3 ആളും ഫ്രണ്ടിൽ ഒരാൾ ഇരുന്നിട്ടാണ് കേട്ടോ ഇവിടെ പോവുക. അപ്പം നമ്മളിങ്ങനെ ലൈൻ നിന്ന് പോകുമ്പം ആ ഓട്ടോയിൽ മുന്നേ കയറിയവരുണ്ടാവില്ലേ, അപ്പം ഒരേ സ്ഥലത്തേക്ക് പോകുന്ന 3 ആൾക്കാർ ഫുള്ളായി കഴിഞ്ഞാൽ ആ ഓട്ടോ വിടും. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെയും നമ്മൾ കുറേ അവിടെ നിൽക്കേണ്ടി വരും. പിന്നെ അങ്ങനെ നിന്ന് നമുക്കിതാ ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം ഉച്ചക്ക് പോയ നമ്മൾ രാത്രി ആയിട്ടാണ് തിരിച്ചു വരുമ്പോൾ. ഇതൊക്കെ ഇവിടുത്തെ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു സ്വീറ്റ് ഷോപ്പാണ് കേട്ടോ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളത്. രാത്രിയിൽ ഷോപ്പുകളൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് ലൈറ്റ് കൊണ്ടൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അത് കാണാൻ നല്ല രസമാണ്. ഇപ്പം ദീപാവലി ആയതുകൊണ്ട് പിന്നെ കുറേ ലാൻറ്റേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പടക്കം പൊട്ടിക്കലൊന്നും ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ. ഇത് എപ്പോഴാണ് തീരാന്ന് എനിക്കറിയില്ല. ഇപ്പോഴും പടക്കക്കടയൊക്കെ ചാലു അത്രേ. അപ്പോൾ ബ്ലോക്കും ഇതൊക്കെയാണ് ഇവിടുത്തെ ശരിക്കും മുംബൈയിലത്തെ കാഴ്ചകൾ, അല്ലെങ്കിൽ ഒരു മുംബൈയിലെ ജീവിതം എന്നൊക്കെ പറയുന്നത്. ഈ ട്രാഫിക്ക്, അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കൽ ട്രെയിന്, പിന്നെ മാർക്കറ്റുകൾ, പിന്നെ ഇവിടുത്തെ ഉത്സവങ്ങൾ, ഇതൊക്കെയാണ് കേട്ടോ. അതൊക്കെയാണ് നമ്മളെ വീഡിയോയിൽ ഉണ്ടാവാറുള്ളതും. അപ്പോൾ മുംബൈയിലത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള കാര്യങ്ങളും പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ സ്ഥലത്ത്, അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഓട്ടോ ഇറങ്ങി. ഇനി സാധാരണ നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങണേ. ഇത് തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു പച്ചക്കറി കടയാണ്. ചെറിയ പച്ചക്കറീൻ്റെ സ്റ്റാളൊക്കെ ഉണ്ടാവും കേട്ടോ റോഡ് സൈഡിൽ. അതുപോലുള്ളതാണ്. ഇവിടെയൊക്കെ ഒട്ടുമിക്ക സാധനങ്ങളും കിട്ടും. മുമ്പൊക്കെ ഞാൻ വിചാരിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലെ പച്ചക്കറിയൊന്നും ഇവിടെ കിട്ടൂല എന്നാണ് കേട്ടോ ആദ്യം വന്ന സമയത്ത്. പക്ഷെ ഇവിടെ എല്ലാ ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ കിട്ടുമേ. പിന്നെ ആ കടയിൽ തന്നെ തൊട്ട് സൈഡിലായിട്ട് ഫ്രൂട്ട്സിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ വാങ്ങി നമ്മൾ ഇനിയിപ്പം വീട്ടിലോട്ട് പോണേ. ഇവിടെ ഇതാ പഴങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടാണ് ഉള്ളത് കേട്ടോ. ഇതിങ്ങനെ ഡസനായിട്ടാണ് പൈസ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടോ.